വെൽക്കം ബാക്ക് ടു അൺലോക്ക് ന്യൂ ഇംഗ്ലീഷ്. അൺലോക്ക് ന്യൂ ഇംഗ്ലീഷിൻ്റെ ടുഡേയ്സ് വേർഡ് എന്ന് പറയുന്നത് ഐസിങ് മീ ഔട്ട് എന്നാണ്. ഐസിങ് മീ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രൈയിങ് ടു അവോയ്ഡ് സം വൺ ഓർ കീപ് ദം എവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് എന്തെങ്കിലും താല്പര്യക്കുറവോ അല്ലെങ്കിൽ അവരെ കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നല്ലതല്ലെങ്കിലോ അല്ലെങ്കിൽ അവരെ കാരണം നമുക്കൊരു വിശ്വാസവഞ്ചന കിട്ടിയതെങ്കിലും നമ്മൾ അവരെ ആ ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നോ നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തും. കീപ് ദം എവേ അല്ലെങ്കിൽ അവരെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യും. അവരെന്ത് പറയുന്നത് നമുക്ക് കേൾക്കില്ല, അവരായിട്ട് കോണ്ടാക്റ്റേ ചെയ്യില്ല, അവരായിട്ടൊരു ബന്ധവും വെക്കില്ല. അതാണ് നമ്മൾ ഐസിങ് മീ ഔട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ ദ ഫൈറ്റ് ഷീ ഈസ് ബീൻ ഐസിങ് മീ ഔട്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക് കാരണം വഴക്കിന് ശേഷം അവൾ എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ എന്നെ ഫുള്ളായിട്ട് എന്നെ എവേ ആയിക്കൊണ്ടിരിക്കുകയാണ്, ലൈക്ക് കീപ്പിംഗ് മീ എവേ ആ ഒരു വഴക്കിന് ശേഷം. അപ്പോൾ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ട്രൈ ആയിട്ട് നമ്മൾ അവരെ വേണ്ടെന്ന് വെക്കുക. ആ ഒരു സുഹൃത്തോ ആ കൂട്ടുകെട്ടോ നമുക്ക് വേണ്ടെന്ന് വെക്കണതിനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഐസിങ് മീ ഔട്ട് എന്ന്. സോ അത്രേ ഉള്ളൂ. സോ വേർഡ് ഐസിങ് മീ ഔട്ട് മീൻസ് കംപ്ലീറ്റ്ലി ട്രൈയിങ് ടു അവോയ്ഡ് സം വൺ. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.